ഒന്ന് രാജാക്കന്മാർ 11. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ. അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നു. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മൊലേക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. എങ്കിലും നിന്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും. എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയാതെ എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും. യഹോവ ഏദോമ്യനായ ഹദദ് എന്ന ഒരു പ്രതിയോഗിയെ ശലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു. അവൻ ഏദോം രാജസന്തതിയിൽ ഉള്ളവനായിരുന്നു. ദാവീദ് ഏദോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്നു ഏദോമിലെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏദോമിലെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രായേലും അവിടെ 6 മാസം പാർത്തിരുന്നു. ഹദദ് എന്നവൻ തൻ്റെ അപ്പൻ്റെ ഭൃത്യന്മാരിൽ ചില ഏദോമ്യരുമായി മിസ്രയീമിലേക്ക് ഓടിപ്പോയി. ഹദദ് അന്ന് പൈതലായിരുന്നു. അവർ മിദ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാറാനിലെത്തി. പാറാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിൽ മിസ്രയീം രാജാവായ ഫറവോന്റെ അടുക്കൽ ചെന്നു. അവൻ അവന് ഒരു വീട് കൊടുത്തു, ആഹാരം കൽപ്പിച്ച് ഒരു ദേശവും കൊടുത്തു. ഫറവോന് ഹദദിനോട് വളരെ ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവൻ തൻ്റെ ഭാര്യയായ തഹ്പെനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു. തഹ്പെനേസിന്റെ സഹോദരി അവന് ഗെനൂബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു. അവനെ തഹ്പെനേസ് മുലകുടി മാറ്റി ഫറവോന്റെ അരമനയിൽ വളർത്തി. അങ്ങനെ ഗെനൂബത്ത് ഫറവോന്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരോട് കൂടെ ആയിരുന്നു. ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്നും സേനാധിപതിയായ യോവാബ് മരിച്ചു എന്നും ഹദദ് മിസ്രയീമിൽ കേട്ടിട്ട് ഫറവോനോട്, ഞാൻ എൻ്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണമെന്ന് പറഞ്ഞു. ഫറവോൻ അവനോട്, നീ സ്വദേശത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടേണ്ടതിന് എൻ്റെ അടുക്കൽ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഒന്നുമുണ്ടായിട്ടല്ല, എങ്കിലും എന്നെ ഒന്നയക്കണമെന്ന് പറഞ്ഞു. ദൈവം അവൻ്റെ നേരെ എല്യാദാവിൻ്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു. അവൻ സോബാ രാജാവായ ഹദദേസർ എന്ന തൻ്റെ യജമാനെ വിട്ട് ഓടിപ്പോയിരുന്നു. ദാവീദ് സോബക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ചു. അവരുടെ കൂട്ടത്തിന് നായകനായി തീർന്നു. അവർ ദമ്മേശെക്കിൽ ചെന്ന് അവിടെ പാർത്ത് ദമ്മേശെക്കിൽ വാണു. ഹദദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു. അവൻ ഇസ്രായേലിനെ വെറുത്ത് അരാമിൽ രാജാവായി വാണു. സെരേദയിൽ നിന്നുള്ള എഫ്രൈമിനായ നെബാത്തിന്റെ മകൻ യോരോബെയാം എന്ന ശലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു. അവന്റെ അമ്മ സെരൂയ എന്നു പേരുള്ള ഒരു വിധവ ആയിരുന്നു. അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണം എന്തെന്നാൽ, ശലോമോൻ മില്ലോ പണിതു, തൻ്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു. എന്നാൽ യെരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു.
ഈ യൗവനക്കാരൻ പരിശ്രമശീലനെന്ന് കണ്ടിട്ട് ശലോമോൻ യോസേഫ് ഗൃഹത്തിന്റെ കാര്യാദികളൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു. അക്കാലത്ത് ഒരിക്കൽ യൊരോബെയാം യെരൂശലേമിൽ നിന്ന് വരുമ്പോൾ ശില്യോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു. അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു. രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു. അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് 12 ഖണ്ഡമായി കീറി. യൊരോബെയാമിനോട് പറഞ്ഞതെന്തെന്നാൽ, 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. എന്നാൽ എന്റെ ദാസനായ ദാവീദ് നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരൂശലേം നഗരം നിമിത്തവും ഒരു ഗോത്രം അവനിരിക്കും. അവർ എന്നെ ഉപേക്ഷിച്ചു സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും മോവാബ്യ ദേവനായ കെമോഷിനെയും അമ്മോന്യ ദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവന്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമുള്ളത് ചെയ്യുവാനും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എൻ്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ. എന്നാൽ രാജ്യത്വം മുഴുവനും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല. ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എൻ്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവൻ്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വെച്ചേക്കും. എങ്കിലും അവൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്വം എടുത്ത് നിനക്ക് തരും, 10 ഗോത്രങ്ങളെ തന്നെ. എൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേം നഗരത്തിൽ എൻ്റെ മുമ്പാകെ എൻ്റെ ദാസനായ ദാവീദിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഞാൻ അവൻ്റെ മകന് ഒരു ഗോത്രത്തെ കൊടുക്കും. നീയോ നിന്റെ ഇഷ്ടം പോലൊക്കെയുമാണ് ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ദാവീദിനെ പണിതതുപോലെ നിനക്കും സ്ഥിരമായ ഒരു ഗൃഹം പണിത് ഇസ്രായേലിനെ നിനക്ക് തരും. ദാവീദിന്റെ സന്തതിയെയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും, സദാകാലത്തേക്കല്ല താനും. അതുകൊണ്ട് ശലോമോൻ യൊരോബെയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ യൊരോബെയാം എഴുന്നേറ്റ് മിസ്രയീമിൽ ശീശക്ക് എന്ന മിസ്രയീം രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. ശലോമോന്റെ മരണം വരെ അവൻ മിസ്രയീമിലായിരുന്നു. ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ശലോമോന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിലും വാണകാലം 40 സംവത്സരമായിരുന്നു. ശലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ രെഹബെയാം അവന് പകരം രാജാവായി.